ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഫോട്ടോയിലത്തെ അമ്മ ആരാന്ന് എൻ്റെ അമ്മയാണെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? അല്ല, ഞാനൊരിക്കൽ ഗുരുവായൂർ തൊഴാൻ പോയപ്പോൾ ഒറ്റയ്ക്ക് പോയതാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഗുരുവായൂർക്ക് ഒറ്റയ്ക്ക് തൊഴാൻ പോണത് കേട്ടോ. അപ്പോൾ തൊഴാൻ പോകുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, എന്തായതാണെന്നൊന്നും അറിയില്ല. അങ്ങനെ തൊഴാൻ പോയ സമയത്ത് യാദൃശ്ചികമായി ഈ അമ്മ എൻ്റെ ബാക്കിൽ നടന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം വിചാരിച്ചു ഈ അമ്മയുടെ അടുത്ത് ചോദിക്കണം, എന്നെയും കൂടി കൂട്ടുമെന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചു ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2-3 പ്രാവശ്യം വിചാരിച്ച് ലാസ്റ്റ് ഞാൻ ആ അമ്മയോട് ചോദിച്ചു, ഞാനും കൂടി വരട്ടെ തൊഴാമെന്ന് ചോദിച്ചു. അതിനെന്താ മോള് പോന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആ അമ്മയും കൂടിയിട്ട് ഗുരുവായൂർ പോയി ആദ്യം ഫസ്റ്റ് ടൈം അങ്ങനെ തൊഴുതിട്ട് അന്ന് ആ ക്യൂ നിൽക്കണതിൻ്റെ ഇടയിൽ തൊഴാൻ നിൽക്കണതിൻ്റെ ഇടയിൽ അങ്ങനെ പരിചയപ്പെട്ടതാണ് ഈ അമ്മേനെ. അമ്മയുടെ വീട് എരുമപ്പെട്ടിയിലാണ്. ഇപ്പോൾ അമ്മയും അച്ഛനും ഉണ്ട് വീട്ടിൽ, മക്കൾ 2 പേരുണ്ട്, അവരൊക്കെ വേറെയാണ് താമസം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ അമ്മ ആഴ്ചയിലൊരു ദിവസം എന്ന് പറഞ്ഞ പോലെ എന്നെ വിളിക്കും. എന്നോട് ഭയങ്കര കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ തന്ന ഒരു അമ്മയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇന്ന് രാവിലെ പോലും ഞാൻ അമ്മേനെ വിളിച്ചു സംസാരിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നിങ്ങളോട് കൂടി ഇത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നിന്ന് കിട്ടിയ ഒരു അമ്മയാണ്. ആ അമ്മയ്ക്ക് ഒരു മോളോടുള്ള സ്നേഹം പോലെ അമ്മ ഇന്ന് എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക. അമ്മ പറയും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ശബ്ദം കേട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണെന്നൊക്കെ. അപ്പം നമ്മളെ എവിടുന്നോ പരിചയപ്പെട്ട വ്യക്തികൾ നമ്മളെങ്ങനെ സ്നേഹിക്കണമെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അമ്മേ നന്ദിയുണ്ട് കേട്ടോ.